ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 68-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം ഇവിടെ വേദാന്തത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദാഹരണം ഗുരു സൂചിപ്പിക്കുന്നുണ്ട്. കയറിൽ പാമ്പിനെ കാണുന്ന ഒരു പ്രതിഭാസം. എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളിലും എല്ലാ ഗുരുക്കന്മാരും എപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ഒരു ജിജ്ഞാസു, ഇവിടെ ഊഹശാലി എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, അയാൾ കൃത്യമായിട്ട് ഇതിനകത്ത് വ്യക്തമായൊരു ധാരണ വരുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഈ കയറിൽ പാമ്പിനെ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് പൂർണ്ണമായും വെളിച്ചം ഉള്ള സ്ഥലത്തല്ല ഇത് സംഭവിക്കുന്നത്. പകുതി വെളിച്ചത്തിൽ ഒരു കയറ് വളഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയന്ന് ഓടുന്ന ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പാമ്പിനെ നമ്മൾ ഭയക്കുന്നത്? തന്നെയല്ല, കയറിനെ കയറായി നമുക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? കയറിനെ കയറായി കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, ഉദിക്കുന്നില്ല. അപ്പോൾ ഗുരു അതിനെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ സൂചിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? അരവവടാകൃതി പോലെ അഹന്ത രണ്ടായി അറിവിലും അങ്കിയിലും കടക്കയാലെ ഒരു കുറി ആര്യ ഇതിങ്ങനാര്യയാകുന്നു ഒരു കുറി എന്ന് ഉണരേണം ഊഹശാലി. അപ്പോൾ ഒരു അരവവടാകൃതി പോലെ അഹന്ത, അരവം എന്ന് പറയുന്നത് പാമ്പാണ്. അതിൻ്റെ രൂപം കണ്ടിട്ട് ഭയപ്പെടുകയാണ്. അപ്പോൾ ഈ ഭയപ്പെടൽ ഒന്ന് ആര്യമായിട്ടുള്ള അറിവും ഒന്ന് അനാര്യമായിട്ടുള്ള അറിവെന്ന് പറയാം. ആര്യമായിട്ടുള്ള അറിവെന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള അറിവ്, അതിനെ ശരിയായ രീതിയിൽ അറിയുന്നതാണ് ആര്യമായിട്ടുള്ള അറിവ്. അനാര്യമായിട്ടുള്ള അറിവെന്ന് പറയുന്നത് തെറ്റായി ധരിക്കുന്നത്. അപ്പോൾ കയറിനെ കയറായി കാണുന്നത്, അറിയുന്നത് ആര്യ, കയറിനെ പാമ്പായിട്ട് കാണുന്നത് അനാര്യ. അപ്പം ഇങ്ങനെ വേണം എന്തു ചെയ്യാൻ? ഇത് ഇപ്രകാരം ശരിയായ രീതിയിൽ അറിയണം. ആര്? ഒരു ഊഹശാലി, അതായത് ജിജ്ഞാസുവായിട്ടുള്ള വ്യക്തി, അന്വേഷിച്ചു പോകുന്നവൻ. ഇതിനെ കൃത്യമായി ഈ രീതിയിൽ അവൻ അതിലേക്ക് ഉണരണം എന്ന് ഉണരണം. കൃത്യമായിട്ട് ശരിയായിട്ടുള്ള അറിവേത്, ശരിയല്ലാത്ത അറിവേത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് അവൻ ഉണരണം. ഓരോരുത്തരും, ഇപ്പം നമുക്കറിയില്ല, നമുക്ക് അടച്ച് ആരെയും ആക്ഷേപിക്കുവാനും സാധ്യമല്ല. എന്തുകൊണ്ട്? അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവരവരുടെ സംസ്കാരത്തിന് അനുസരിച്ച് അവൻ എന്തു ചെയ്യുന്നു? ഈ അറിവിനെ സ്വീകരിക്കുന്നു. പണ്ട് നമ്മുടെ ബ്രഹ്മാവ് തൻ്റെ മക്കൾക്ക് കൊടുത്ത അനുഗ്രഹം പോലെ അദ്ദേഹം ഒരക്ഷരം മാത്രമാണ് പറഞ്ഞത്. ദേവന്മാരോടൊന്ന് പറഞ്ഞു, അതേ അക്ഷരം തന്നെയാണ് അസുരന്മാരോട് പറഞ്ഞത്, അതേ അക്ഷരം തന്നെയാണ് മനുഷ്യരോട് പറഞ്ഞത്. ഇപ്പോൾ 3 പേരുടെയും സംസ്കാരം വ്യത്യസ്തമായിരുന്നതുകൊണ്ട് അവർ 3 രീതിയിലാണ് അത് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഈ ആത്മവിദ്യയിലും വിഭിന്നങ്ങളായിട്ടുള്ള
കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും അറിവുകളുമൊക്കെ ഉണ്ടാകുന്നത് അതിന് ശരിയായ ആര്യമായ അറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കയറിനെ കയറായിട്ട് കാണുവാൻ ഉള്ള ആ വെളിച്ചം നമുക്ക് ഉണ്ടാകണം. വെളിച്ചം മങ്ങിപ്പോകുമ്പോൾ, അതായത് നമ്മുടെ ഈ കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യങ്ങൾ ഇതുകൊണ്ട് ഇതിനെ മൂടിക്കളയുകയാണ് ഷഡ്വൈരികൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആ മൂടുപടം നമ്മൾക്ക് മാറ്റി തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള അറിവിലേക്ക് ഉണരുവാൻ ഏവർക്കും സാധിക്കണം. അതിന് നമുക്ക് വേണ്ടുന്നത് ജാഗ്രതയാണ്. എപ്പോഴും ഉണർന്നിരിക്കുന്ന, അവബോധത്തോടു കൂടിയിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥ ഉണ്ടാകുവാൻ കൃത്യമായിട്ടുള്ള ജപവും ധ്യാനവും അനിവാര്യമാണ്. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ അഭാവം നമ്മളെ വീണ്ടും ഒരുപാട് ചതിക്കുഴികളിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സാധന ആ രീതിയിലേക്ക് വരട്ടെ. നമ്മൾ ഓരോരുത്തരും ആ രീതിയിൽ ഉണർന്ന് അവനവൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുവാനുള്ള ശ്രദ്ധയിൽ വ്യാപൃതരാകുക. ഏവർക്കും നമസ്കാരം.